ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നിങ്ങളോട് തമ്മിലും കള്ളത് കണ്ടായിരിക്കും. നമ്മുടെ S24 Ultra ഇപ്പോൾ നമുക്ക് 84,999 ഇപ്പോൾ അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രാ മോഡൽ ആരെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ഇപ്പോൾ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ അത് കിടിലൻ ഓഫറാണ്. അത് ആക്ച്വലി ആമസോൺ കൊടുക്കുന്ന ഓഫറല്ല, സാംസങ് ഡയറക്റ്റ്ലി കൊടുക്കുന്നതാണ്. സാംസങ്ങിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഈ ഓഫർ സാംസങ്ങിൻ്റെ സൈഡിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഞാനും ഇത് ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ ഇഷ്യൂസ് നമ്മളൊന്നുമില്ല, ഫ്രഷ് പാക്കേജ് തന്നെ കിട്ടുന്നത്. നമ്മൾ ആക്ടിവേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ്. അല്ലാണ്ട് എന്താ പറയുക, റീഫർബിഷ്ഡ് സംഭവം എന്നല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരിക്കും വില കുറഞ്ഞ് കൊടുക്കുന്നതൊക്കെ റീഫർബിഷ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടൈപ്പ് ഒടിച്ചിട്ട് സീൽ ഇതുപോലെ കൊടുക്കുന്നതാണെന്നൊക്കെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് ഒറിജിനൽ തന്നെയാണ്, ഫ്രഷ് പീസ് തന്നെയാണ് കേട്ടോ. നമുക്കിത് ഫുൾ വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. IMEI നമ്പർ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ S24 Ultra ആരെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ എടുത്തോളൂ. ഇന്നോ നാളെ ആയിട്ട് അതിൻ്റെ ഓഫറുകളൊക്കെ കഴിയും. അപ്പോൾ ആരെങ്കിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേഗം ചാടി കയറി എടുക്കാൻ മറക്കണം. എനിക്ക് തോന്നുന്നത് ടോട്ടലായിട്ട് ഒരു 50 രൂപയ്ക്ക് സാധനം കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ് സാധനമാണ്. കണ്ണും പൂട്ടിയെടുക്കാം. കിടിലൻ സാധനം. S25 Ultrയിലേക്കൊന്നും പോകണ്ട, S24 Ultra തന്നെ നല്ല കിടിലൻ ഡീൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും ആക്ച്വലി ഒരു വാല്യൂ ഫോർ മണി പ്രൈസ് അതിൻ്റെ. എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി കമ്പനി പ്രൈസ് ചെയ്യേണ്ട, എന്ന് വെച്ചാൽ എന്താ പറയുക, ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രൈസ് എന്ന് പറയുന്നത് 85,000 രൂപയാണ് ശരിക്കും അൾട്രാക്കും S25നും S24 ആയാലും. എന്നിട്ട് അവർ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ടാണ് പിന്നെ ഒരു 10,000-40,000 രൂപ കൂട്ടി ഫിക്സ് ചെയ്യുന്നത്. ഇവർക്ക് ഈ വിലയിൽ വിറ്റാലും നല്ല പകുതി ലാഭമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇനിയും ഇരട്ടി ലാഭം. ഇതേപോലെ തന്നെയാണ് ഐഫോണും. ഐഫോണിനായിട്ടും കൂടുതൽ ലാഭം എടുത്തിട്ടാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഐഫോൺ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ അവർക്ക് ആഡ് റേറ്റ് കൂടുതലാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഹോട്ടലിൻ്റെ എന്താ പറയുക റേറ്റ് ആയിരിക്കില്ല ഐഫോണിൽ കാണിക്കുമ്പോൾ, അത് കൂട്ടിയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു സിമ്പിൾ ലോജിക്കാണ് അവരുടെ. ഞങ്ങളുടെ പ്രൊഡക്ട്സിന് ഇത്ര റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് എടുക്കുന്നവർ ഇത്രയും ക്യാഷുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഇപ്പോൾ എന്താ പറയുക, അവർ പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവർക്ക് ഇത്ര കാശ് കൊടുക്കുക, അവർക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് അവർ ആക്ച്വലി ആപ്പിൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ബഡ്ജറ്റ് കാറ്റഗറിയിലൊന്നും ഫോൺ ഇറക്കാത്തത്. അപ്പോൾ നിങ്ങളൊരു 70,000 രൂപയുടെ ഐഫോൺ EMIയിൽ പോയി എടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ചാർജ് കൊടുത്തില്ല വന്നിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാവണം. ബ്രാൻഡ് അവരുടെ പരിപാടി ചെയ്യുന്നു, അവരുടെ ബിസിനസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ വാങ്ങിക്കുന്ന അവർ കുത്തി പിടിച്ച് വാങ്ങിക്കാൻ പറയുന്നതല്ലല്ലോ, നമ്മൾ പോയി വാങ്ങിക്കുന്നതല്ലോ ആണല്ലോ. EMIയിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 കൊല്ലം ഉണ്ടാക്കിയ കാശൊക്കെ കൊടുത്തിട്ടാണ് കുറേ പേരൊക്കെ ഐഫോണൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ അതിന് എന്താ പറയുക, ഐഫോൺ വാങ്ങിക്കുന്നവരൊക്കെ ചപ്രി എന്നൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്താ പറയുക, ലോ ക്ലാസ് എന്നൊക്കെ പറയില്ലല്ലോ. അതാണ് ഹിന്ദിയിൽ ഒരുപാട് വേർഡാണത്. അപ്പോൾ അതാണ് അവസ്ഥ. ഞാൻ ആക്ച്വലി ഐഫോൺ നിർത്തിയിട്ടാണ്, ഫുൾ നിർത്തി. അപ്പോൾ എൻ്റെ iOS ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ iPhone 15 കൊടുത്തു. iPhone എന്താ പറയുക 15 Plus ഉണ്ടായിരുന്നത് ഞാൻ രണ്ടും കൊടുത്തു. അതുപോലെ തന്നെ Apple Watch Ultra ഉണ്ടായിരുന്നു, അതും കൊടുത്തു ഞാൻ. അപ്പോൾ ഞാൻ ഫുൾ ആൻഡ്രോയിഡാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 3 ഇപ്പോൾ പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രാ, പിന്നെ നമ്മുടെ Xiaomi 15, Vivo X200 Pro. ഇത് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. പ്രൈമറി ഞാൻ അങ്ങനെ മാറ്റാറില്ല, ബാക്കിയൊക്കെ ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. ഞാൻ iPhone ഫുൾ നിർത്തി. ഞാൻ iOS 18 ശേഷം എനിക്ക് ശരിക്കും iOS അല്ലെങ്കിൽ ഐഫോൺ ഭയങ്കരമായിട്ട് വെറുത്തു. എനിക്ക് ബാങ്കിങ് ആപ്പുകൾ തുറക്കാൻ വേണ്ടി അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാറ്ററി ഡ്രെയിൻ, ബഗ്ഗുകളുടെ പോരായിരുന്നു. ഇപ്പോഴും ബഗ് ഉണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് 18.4 വന്നപ്പോൾ പിന്നെയും കുറേയൊക്കെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇഷ്ടംപോലെ ആൾക്കാർ റിപ്പോർട്ട് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഡിസ്പ്ലേ ഇഷ്യൂ എല്ലാത്തിലും ഉണ്ട്, ഇത് വന്നിട്ട് തരില്ല. ഡിസ്പ്ലേ ഇഷ്യൂ വാറണ്ടി കഴിഞ്ഞാണെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ iPhone 13 സീരീസുകൾക്ക് ഇഷ്ടംപോലെ ഡിസ്പ്ലേ അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ iPhone 13 ഉള്ളവർ ഔട്ട് ഓഫ് ബാൻഡ് ഉള്ളവർ സൂക്ഷിക്കുക, അപ്ഡേറ്റ് ചെയ്യുമ്പോട്ടാ. സെയിം നമ്മുടെ സാംസങ്ങിൻ്റെ പോലെ തന്നെ പണി കിട്ടുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഒത്തിരി ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. എന്താ പറയുക, അത് കുറച്ചുകൂടി സേഫാണ്. നിങ്ങൾക്ക് മാക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മാക്ക് കൂടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ iTunes കൂടെ ചെയ്യാം കേട്ടോ. അതാണ് കുറച്ചുകൂടി സേഫ്. നമുക്കത് വേണമെങ്കിൽ സാംസങ് അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ. സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതാണെങ്കിൽ നമുക്ക് അത് ആ ആപ്പിൽ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ലാൻഡ് കേബിളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്, കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ എറേഴ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എറേഴ്സ് വരുമ്പോഴാണ് ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിച്ചു പോവുക. അപ്പോൾ അതൊരു കാരണമാണ്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തോളാൻ പറഞ്ഞിട്ടല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞു വന്നത്, ഞാനൊരു 4 കൊല്ലമായിട്ട് iOS ആയിരുന്നു ഉപയോഗിക്കുന്നത്, അതായത് ഐഫോണായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ iPhone 13 തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ 14 എടുത്തില്ല, എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. 15 എടുത്തു, ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാമറ ഡിഫറൻസും അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഹൈലൻഡ് വന്നല്ലോ, അതാണ് മെയിൻ ഡിഫറൻസ്. 16 വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ക്യാമറ എടുത്ത് മുമ്പിൽ വെച്ചു. സെൻസർ പറഞ്ഞാൽ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ, സംഭവമൊന്നുമില്ല. 16 പ്രോ എടുക്കാൻ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ എടുക്കുകയാണെങ്കിൽ പ്രോ സീരീസ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പോരുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ഈ നോർമൽ സീരീസ് ഉണ്ടല്ലോ, 15, 13, 16 തനി കൂടുതൽ സാധനമാണ്. 70,000 രൂപ കൊടുത്തിട്ട് 75,000 രൂപ കൊടുത്തിട്ട് ഒരു 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 2 ക്യാമറ ഉള്ളത്. പിന്നെ പോട്ടെ, നമ്മുടെ പിക്സലും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതും പക്ഷേ ഓവർ പ്രൈസ്ഡാണ്. അതുകൊണ്ടാണ് അതിന് സെയിൽ വരാത്തത്. ഇത് എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കടിച്ച ആപ്പിളിൻ്റെ പടം കണ്ടിട്ട് എന്താ സംഭവം എനിക്കൊരു പിടിയില്ല.
എന്നുവെച്ചാൽ കുറെ പേർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ വലിയ കോടീശ്വരനായി എന്നൊക്കെ തോന്നലാണോ എന്താ സംഭവം എന്നറിയില്ല. കുറെ പേർക്ക് ഉണ്ടാകും ടീനേജ്, പ്രത്യേകിച്ച് ടീനേജ് പിള്ളേർക്കും ഒരു 20-25 വയസ്സിനിടയിലുള്ള ആൾക്കാർക്കും. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ എങ്ങനെയാണ് ഇതിനെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കണേ ഒരു പിടിയില്ല. അതിൽ വല്ല സംഭവം ഉണ്ടോ എന്ന് വെച്ചാൽ ഇത് 70,000 കൊടുത്തിട്ട് അതിന്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 35,000 രൂപയുടെ വാല്യൂ സാധനമുള്ളൂ. ആ സാധനമാണ് അവർ 70,000 ശരിക്കും അവർക്ക് ശരിക്കും ഒരു ഫോണും ഇപ്പൊ ഈ നമ്മുടെ iPhone 16 ഉണ്ടല്ലോ, അത് ഒരു സെൽ ഔട്ട് ചെയ്യുന്നത് എത്ര 75,000 രൂപയ്ക്കല്ല അതൊരു MRP വിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഐഫോൺ നമ്മുടെ ഇപ്പൊ അത് സെയിം പ്രൈസിലേക്ക് തന്നെയായി. ഫസ്റ്റ് ഡേ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അവർക്ക് അതുമ്പോൾ ഒരു ഫോണുമ്പോൾ ചിലവ് വരുന്നത് 20,000-30,000 രൂപയാണ്. ബാക്കി അവരുടെ ലാഭമാണ്. അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, നിങ്ങൾ പൊട്ടന്മാരെ തന്നെയല്ലേ. എല്ലാ ബ്രാൻഡുകളും ഇതുപോലെ പ്രൈസ് ചെയ്ത് തന്നെയാണ് വിൽക്കുന്നത്. പക്ഷെ ഇവർ ഭയങ്കര ഹൈ മാർജിനിലാണ് ഇവർ വിൽക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഫോണിൽ 70,000 രൂപയുടെ സാധനം വല്ലതും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഡിസ്പ്ലേങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരു 60 Hz 5 കൊല്ലം 10 കൊല്ലം മുമ്പത്തെ ഡിസ്പ്ലേ ഒക്കെയാണ്, ഡിസ്പ്ലേ ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതൊരു അപ്ഡേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 120 Hz എങ്കിലും ആക്കുക. എനിക്ക് തോന്നുന്നത് 17 ആക്കാൻ ഒരു വഴിയില്ല. 18 ചിലപ്പോൾ ഇനി 18 ആക്കാൻ വെച്ചൊക്കെ ആയിരിക്കും മിക്കവാറും. 17 എന്തോ ഇതിന്റെ ഡിസൈൻ ചെയ്യാം. അത് പിക്സലിനെടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കൊണ്ട് കഴിഞ്ഞാൽ എന്നാലും ഭേദം എന്തെങ്കിലും മാറണ്ടേ. എത്ര കാലം ഈ സെയിം സാധനം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് പൊട്ടന്മാരാണെങ്കിൽ പൊട്ടന്മാരാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ എന്ന് വെച്ചാൽ കുറേ പേര് ആ ആപ്പിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നായിരിക്കും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും പറയാറുണ്ട്, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഷവോമി ഒക്കെ 60,000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് ഇതിന് ബ്രാൻഡ് വാല്യൂ ഇല്ലെന്ന് കുറേ പേരൊക്കെ പറയും. പക്ഷെ നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് ഉള്ള എന്താ പറയുക സ്പെക്സും അല്ലെങ്കിൽ എല്ലാ സംഭവവും നമുക്ക് അവർ തരുന്നുണ്ട്. ബ്രാൻഡ് പറയുമ്പോൾ ചൈനീസ് കമ്പനി പോട്ടെ, അത് പിന്നെ പോട്ടെ, നമ്മളൊരു കസ്റ്റമർ ആണല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്ക് വാല്യൂ കിട്ടണ്ടേ. അല്ലാണ്ട് നിങ്ങൾ ഒരു എന്താ പറയുക കേടായ സാധനം 1 ലക്ഷം അത് ഇന്ത്യനാണ് പോയി വാങ്ങിക്കൂല്ലോ. നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി കിട്ടിയാലേ വാങ്ങിക്കുള്ളൂ. അതുപോലെ തന്നെ സംഭവം തന്നെയാണ്. എന്താ കുറേ പേര് ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ മേക്കൽ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ആണെന്നിട്ട് അല്ലെങ്കിൽ ചൈനീസ് കമ്പനി ആണെന്നിട്ട് വരും. സംഭവം ശരിയാണ്, ചൈനീസ് കമ്പനി തന്നെയാണ്. പക്ഷേ നമുക്ക് 60,000 നമ്മുടെ കയ്യിൽ നിന്ന് ഹാർഡ് ഏൺഡ് മണി കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന കാശിന്റെ വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ. അങ്ങനത്തെ ഒരു സാധനം ഈ സാധനം തരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്ത് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇത് എന്താ പറയുക ചൈനീസ് സാധനമാണ്, ചൈനീസിന്റെ മോട്ടീവ് ഒന്നല്ല. എന്താ വെച്ചാൽ കാശ് ചുമ്മാ അടിച്ച് നമുക്ക് നമ്മൾ തന്നെ അടിച്ചുണ്ടാക്കുന്നതല്ലോ. കാശ് ഹാർഡ് ഏൺഡ് മണിയല്ലേ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് ചിലപ്പോൾ കൊറോണം വരുമെന്നിട്ട് ഇത് ചൈനീസാണ് വാങ്ങിയാൽ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ വേണ്ടി പറയുന്നത് മാത്രമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിലൊക്കെ നമ്മുടെ 2 ചാനൽ കാണുന്നത് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത വേല കാണാം.